ഹലോ, വെൽക്കം ബാക്ക് ടു റഹ്മാൻസ് റൂട്ട്സ്. എല്ലാവർക്കും പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. പിന്നെ എൻ്റെ ചാനലിൻ്റെ പേര് ഞാൻ ഓൾറെഡി ചേഞ്ച് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ചെയ്തതിന് ശേഷം ആദ്യമായിട്ട് ഇടുന്ന വീഡിയോ ആണ്. എല്ലാവരും സപ്പോർട്ട് ചെയ്യുക. വീഡിയോ കണ്ട് ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യുക. ബെൽ ബട്ടൺ കൂടി എനേബിൾ ചെയ്താൽ ഞാൻ ഇടുന്ന വീഡിയോസ് നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായി ലഭിക്കുന്നതാണ്. അപ്പോൾ ഞാനിന്ന് നിങ്ങളെ പരിചയപ്പെടുത്തുന്നത് കല്ലുമ്മക്കായ ബിരിയാണിയാണ്. നാട്ടിൽ നിന്ന് വൈഫ് വരുമ്പോൾ കൊണ്ടുവന്ന കല്ലുമ്മക്കായ ആയിരുന്നു. അപ്പോൾ അത് നാട്ടിൽ നിന്ന് പൊഴിഞ്ഞിട്ട് കൊണ്ടുവന്നത്. ഇവിടെ കൊണ്ടുവന്നിട്ട് കുറച്ച് മുളകിൻ്റെ പൊടിയും പിന്നെ ഉപ്പ് അതിനങ്ങനെ സാധാരണ നമ്മൾ നോർമൽ ഫ്രൈ ചെയ്ത് നടക്കുന്ന ആ മസാല മാത്രം ആഡ് ചെയ്തിട്ട് ഫ്രൈ ചെയ്തെടുത്തിയാണ്. പിന്നെ അതിലേക്ക് അതേ എണ്ണയിലേക്ക് തന്നെ നമ്മൾ ഇവിടുന്ന് വാങ്ങിച്ച ഇഞ്ചിയും വെളുത്തുള്ളിയുടെ പേസ്റ്റ് നമ്മൾ ഓൾറെഡി മിക്സ് ചെയ്ത് വാങ്ങിച്ചതാണ്. അപ്പോൾ അതിട്ട് ജസ്റ്റ് ഒന്ന് മൂത്തതിന് ശേഷം അരിഞ്ഞു വെച്ച ഒരു 2 ഉള്ളി, നിങ്ങൾക്ക് മസാല കൂടുതലാണെങ്കിൽ ഉള്ളിയുടെ ഇത് അളവ് കൂട്ടുക. ഇപ്പോൾ 2 ഉള്ളിയാണ് നമ്മൾ എടുത്തത്, വലിയ ഉള്ളി. അപ്പോൾ ഉള്ളിയും കൂടി ചേർത്ത് ഒന്ന് വഴറ്റിയെടുക്കണം. ആ കളറ് മാറുന്നവരെ ഒന്ന് മൂക്കുന്നവരെ നന്നായിട്ട് വഴറ്റിയെടുക്കുക. സാധാ നമ്മൾ നോർമലി മസാലയാക്കാൻ വേണ്ടി ചെയ്യുന്നത് അതേപോലെ തന്നെയാണ്. അപ്പോൾ ഇത് നാട്ടിൽ നിന്ന് കൊണ്ടുവന്നപ്പോൾ തന്നെ ഇതൊരു ബിരിയാണി ആക്കണം എന്നുള്ളൊരു പ്ലാനിങ് ഉണ്ടായിരുന്നു. ഈ ഉള്ളി വഴറ്റാൻ വേണ്ടി നമ്മൾ ഉപയോഗിച്ച എണ്ണ ഓൾറെഡി ആദ്യം കല്ലുമ്മക്കായ് പൊരിച്ച് ഫ്രൈ ചെയ്ത അതേ ഓയിൽ തന്നെയാണ് നമ്മൾ ഉള്ളി വഴറ്റുന്നത്. അതുകൊണ്ട് തന്നെ അതിൻ്റെ ആ കല്ലുമ്മക്കായൻ്റെ ആ ഒരു ഫ്ലേവർ ഈ ഉള്ളിയിലേക്ക് നന്നായിട്ട് പിടിക്കും. ഓക്കെ, അതിനുശേഷം ഉള്ളി വഴറ്റുന്നതോടൊപ്പം നമ്മൾ തക്കാളി 2 തക്കാളി നമ്മളെടുത്തത്. 2 തക്കാളിയും ഒരു 5 പച്ചമുളക് അങ്ങനെയാണ് എടുത്തത്. ഉള്ളി നന്നായിട്ട് വഴറ്റുന്നതിന് ശേഷം കുറച്ച് ഉപ്പിടുക, സാൾട്ട് ഇടുക. അതാണല്ലോ അതിന് ചില ആൾക്കാർ ഫസ്റ്റ് സാൾട്ട് ഇടും. അപ്പോൾ ഉള്ളി നന്നായിട്ട് ഫ്രൈ ചെയ്യില്ല, ഒരു വാടി കണക്കിനെ ആവുള്ളൂ. അപ്പോൾ അതുകൊണ്ട് ഫസ്റ്റ് നമ്മൾ ഉപ്പിടാണ്ട് ലാസ്റ്റ് ഉള്ളി നന്നായിട്ട് മൂത്തതിന് ശേഷം മാത്രം ഉപ്പ് ചേർക്കുക. തക്കാളിയൊക്കെ ഇടുന്ന ആ ഒരു സമയത്ത് സാൾട്ട് ചേർത്താൽ മതിയാവും. പിന്നെ അതിലേക്ക് പച്ചമുളക് കൂടി ഇട്ട് നന്നായിട്ട് മസാല ശരിക്കും ഒടിയുന്ന രീതിയിൽ ചെയ്യണം. നന്നായി ഉള്ളിയും തക്കാളിയും പച്ചമുളകും പിന്നെ ഇതൊക്കെ കൂടി നന്നായി വഴന്നതിന് ശേഷം അതിലേക്ക് കുറച്ച് ഗരം മസാല ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇതിലേക്ക് കാര്യമായിട്ട് ഒരുപാട് മസാലപ്പൊടിയൊന്നും ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നില്ല. നമ്മൾ ഫ്രൈ ചെയ്യുമ്പോൾ തന്നെ ഓൾറെഡി അതിൽ മുളക് പൊടി ഇതൊക്കെ ഉണ്ട്. അപ്പം മുളക് പൊടി ഇതൊന്നും തന്നെ ചേർക്കേണ്ട ആവശ്യമില്ല. കുറച്ച് ഗരം മസാലയും പിന്നെ അതേപോലെ തന്നെ ഒരു പിഞ്ച് മഞ്ഞൾപ്പൊടിയാണ് നമ്മൾ ഇതിലേക്ക് കാര്യമായിട്ട് ചേർത്ത് കൊടുക്കുന്നത്. വേറൊന്നും അധികം മസാല കൂട്ടൊന്നും ഇതിലേക്കില്ല. അപ്പം ആ ഒരു രീതിയിൽ എല്ലാവരും ചെയ്തെടുക്കുക. എന്താ പറഞ്ഞാൽ നമ്മൾക്ക് കുറേ മസാലപ്പൊടികൾ ആഡ് ചെയ്യുമ്പം അതിൻ്റെ ആ മീറ്റിൻ്റെ ഫ്ലേവർ നമ്മൾക്ക് നഷ്ടപ്പെട്ടു പോകും. അതുകൊണ്ട് തന്നെ കൂടുതൽ മസാലപ്പൊടി ചേർക്കാതെ ആവശ്യമുള്ളത് മാത്രം ആഡ് ചെയ്യാം. പിന്നെ വൈഫിന് ഈ നമ്മളെ ബിരിയാണിയിൽ നിന്ന് പട്ട, കറാമ്പു അങ്ങനെയുള്ള സാധനങ്ങളൊന്നും ഇഷ്ടമല്ല. അതുകൊണ്ടാണ് അത് ഇതിൽ ചേർക്കാത്തത്. അത് ഇഷ്ടമുള്ളവർ അതും കൂടി മസാലയിൽ ചേർത്ത് കഴിഞ്ഞാൽ നല്ലതായിരിക്കും. മസാലയൊക്കെ ഒന്ന് റെഡി ആയതിനു ശേഷം അതിലേക്ക് നമ്മൾ ഫ്രൈ ചെയ്ത് വെച്ച കല്ലുമ്മക്കായ കൂടി ആഡ് ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ മസാലയുടെ പരിപാടി ഏകദേശം റെഡിയാവും. കല്ലുമ്മക്കായ ഇട്ടതിന് ശേഷം നന്നായിട്ടൊന്ന് ഇളക്കി ഒന്ന് യോജിപ്പിച്ച് കൊടുക്കുക. നല്ലോണം മിക്സ് ചെയ്ത് ജസ്റ്റ് ഒരു പരുവാകുന്ന വരെ ഒന്ന് ഇളക്കി കൊടുക്കുക. രണ്ടും കൂടി ഒന്ന് മിക്സ് ആകുന്നത് വരെ ഒന്ന് ഇളക്കി കൊടുക്കുക. അതിനുശേഷം യോഗട്ട് ചേർത്ത് കൊടുക്കുന്നുണ്ട്. നാട്ടിൽ നമ്മൾ തൈരൊക്കെ എടുത്തു കഴിഞ്ഞാൽ ഒരു ലൂസായിട്ടായിരിക്കും. ഇവിടെ യോഗട്ട് ആയതുകൊണ്ട് ഇവിടുത്തെ തൈര് നല്ല കട്ടിയുള്ള ഇതായിരിക്കും. അപ്പോൾ അത് തൈര് ചേർത്ത് കഴിഞ്ഞാൽ ഒരു പ്രത്യേക ഒരു ടേസ്റ്റാണ്. നമ്മൾ മസാലയിൽ തൈരും കൂടി ആഡ് ചെയ്ത് കഴിഞ്ഞാൽ ഒരു പ്രത്യേക ടേസ്റ്റാണ്. അപ്പോൾ അതുകൊണ്ട് ഞാൻ എല്ലാറ്റിലും ഒരു 2 സ്കൂപ്പ് ഇങ്ങനെ ചേർത്ത് കൊടുക്കാറുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടമാണെങ്കിൽ തൈര് ഒരു ചെറിയൊരു പുളിപ്പ് അതിൻ്റെ ഒരു ഇതൊക്കെ ഉണ്ടാവും. അപ്പോൾ ഇവിടുത്തെ തൈര് വലിയൊരു പുളിപ്പൊന്നും ഉണ്ടാവില്ല. എങ്കിലും അതൊരു നമ്മൾ മസാലയിലേക്ക് ആഡ് ചെയ്യുന്ന സമയത്ത് ഒരു പ്രത്യേക ടേസ്റ്റാണ്. നിങ്ങൾക്ക് തൈര് ഇഷ്ടമാണെങ്കിൽ മാത്രം ചേർത്ത് മതി. മസാല ഏകദേശം സെറ്റാകുന്ന സമയത്ത് നമ്മൾ അതിലേക്ക് ചേർത്ത് കൊടുക്കാൻ വേണ്ടി കുറച്ച് മല്ലിച്ചപ്പ് അരിയുന്നുണ്ട്. മല്ലിച്ചപ്പ് പുതിനച്ചപ്പ് രണ്ടും കൂടി മിക്സ് ചെയ്തിട്ട് ഇട്ടാൽ മതി. പിന്നെ ഇത് മസാലയിലേക്ക് വേണ്ടിയിട്ടും പിന്നെ അതേപോലെ തന്നെ ബിരിയാണി ദമ്മിടുന്ന സമയത്ത് അതിൽ ലെയേഴ്സിൻ്റെ മുകളിലായിട്ട് ഇടാൻ വേണ്ടിയിട്ടും രണ്ടും കൂടിയിട്ടാണ് കട്ട് ചെയ്യുന്നത്. അപ്പം ഇതൊന്ന് ആഡ് ചെയ്ത് കൊടുത്ത് ഒന്ന് നന്നായിട്ട് ഇളക്കിയിട്ട് കുറച്ച് സമയത്തേക്ക് മൂടി അടച്ച് വെക്കുക.
പിന്നെ ഇതിൻ്റെ ഗിയർ റൈസ് റെഡിയാക്കുന്നത് ഞാൻ ഇതിൽ കാണിച്ചിട്ടില്ല. ഗിയർ റൈസ് എല്ലാവർക്കും റെഡിയാക്കാൻ അറിയുന്നതാണ്, ഏറ്റവും എളുപ്പത്തിൽ ഉണ്ടാക്കാൻ പറ്റുന്നത് തന്നെയാണ്. പിന്നെ 1 ഗ്ലാസ് ആയിരിക്കും ഞാൻ ജീരകശാല റൈസ് ഒന്ന് എടുത്തത്. ഇപ്പോൾ 1 ഗ്ലാസ് അരിക്ക് 1.5 ഗ്ലാസ് വെള്ളം എന്ന കണക്കിലാണ് നമ്മൾ വെക്കുക. നോൺ സ്റ്റിക്ക് പാത്രത്തിൽ തന്നെ ഉണ്ടാക്കാൻ ശ്രമിക്കുക. അപ്പോൾ ഒരു 15 മിനിറ്റിൻ്റെ അകത്ത് നിങ്ങൾക്ക് റൈസ് റെഡിയാക്കി കിട്ടും ഈ ഒരു തോതിൽ വെച്ച് കഴിഞ്ഞാൽ. അത് ചില ആൾക്കാർ റൈസ് പിന്നെ ഫ്രൈ ചെയ്തിട്ട് വെക്കും. ഫ്രൈ ചെയ്ത് നന്നായിട്ട് പൊട്ടുന്ന രീതിയിൽ ഫ്രൈ ചെയ്യണം. എന്നിട്ട് അതിന് ശേഷം വെള്ളം ഒഴിക്കുക. അത് 1.5 ഗ്ലാസ് 2 ഗ്ലാസ് വെള്ളം ഒഴിച്ച് കഴിഞ്ഞാൽ വലിയ പ്രശ്നം ഉണ്ടാവില്ല. പിന്നെ ചില ആൾക്കാർ 1.5 ഗ്ലാസ്, അധികം ആൾക്കാർ 1.5 ഗ്ലാസ് ഉപയോഗിക്കൽ. ചില ആൾക്കാർ വറുത്തിട്ട് വെക്കുമ്പോൾ 2 ഗ്ലാസ് വെള്ളം ഉപയോഗിക്കാറുണ്ട്. അങ്ങനെ നമ്മൾ ചോറുണ്ടാക്കിയ പാത്രം തന്നെ, അതേ നോൺ സ്റ്റിക്ക് പാത്രത്തിൽ തന്നെയാണ് മസാല സെറ്റ് ചെയ്യുന്നത്. അപ്പോൾ ചോറൊക്കെ വേറൊരു പാത്രത്തിലേക്ക് മാറ്റി അതിൻ്റെ അടിഭാഗത്ത് ഫസ്റ്റ് ഒരു ലെയർ സെറ്റ് ചെയ്യുക, മസാല കംപ്ലീറ്റ് സെറ്റ് ചെയ്യുക. ഇത് നമ്മൾ കണ്ണൂർ ആ ഭാഗത്തൊക്കെ ഈ ഒരു രീതിയിലാണ് സെറ്റ് ചെയ്യൽ. ബാക്കിയുള്ള പലയിടത്തും മസാലയും റൈസും ഈ ഗീ റൈസും കൂടിയിട്ട് മിക്സ് ചെയ്തിട്ടാണ് പലയിടത്തും കാണല്ലോ. പക്ഷെ നമ്മുടെ നാട്ടിലൊക്കെ ലെയറായിട്ടാണ് നമ്മൾ സെറ്റ് ചെയ്യാറ്. അപ്പോൾ ഇതിലേക്ക് നമ്മൾ അഡീഷണൽ കളറൊന്നും ചേർക്കുന്നില്ല. കളറ് പിന്നെ കെമിക്കൽ അങ്ങനത്തെ കാര്യങ്ങൾ, കളർ ഒരു കെമിക്കൽ ആയിട്ട് വരുന്നതല്ല. അപ്പം അങ്ങനെയുള്ള കാര്യങ്ങൾ നമ്മൾ ആഡ് ചെയ്യുന്നില്ല. അഥവാ നിങ്ങൾക്ക് കളർ വേണമെന്നുണ്ടെങ്കിൽ കുറച്ച് വെള്ളം എടുത്തിട്ട് അതിൽ മഞ്ഞപ്പൊടി കലക്കിയിട്ട് ജസ്റ്റ് ഒന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുത്താൽ മതി. അപ്പോൾ തന്നെ ആ ഒരു എഫക്റ്റ് കിട്ടും. പിന്നെ അതിൻ്റെ ഒന്നും ആവശ്യമില്ല. ഓൾറെഡി നമ്മളിത് ചോറ് കട്ട് ചെയ്തിട്ട് ആവശ്യത്തിന് കട്ട് ചെയ്തെടുക്കുന്ന സമയത്ത് അത് ഓൾറെഡി മസാല ഇതൊക്കെ മിക്സ് ചെയ്ത് വരുമ്പോൾ തന്നെ അതിൻ്റെ ഒരു കളറും ഇതൊക്കെ വന്നോളും. അതിന് പ്രത്യേകിച്ച് കളർ ആഡ് ചെയ്യേണ്ട ആവശ്യമൊന്നുമില്ല. ഇപ്പോൾ മസാല ഉണ്ടാക്കിയത് നമ്മൾക്ക് ഇത് കല്ലുമ്മക്കായ് നാട്ടിൽ നിന്ന് കൊണ്ടുവന്നത് നമ്മൾ ഓൾറെഡി ഫ്രൈ ചെയ്തിട്ട് ഇതൊക്കെ ഉപയോഗിച്ചിട്ട് ബാക്കിയുള്ള കല്ലുമ്മക്കായാണ്. അപ്പോൾ മസാല കുറച്ച് കുറവാണ്. ഉള്ള മസാല വെച്ചിട്ട് നമ്മൾ 2 ലെയറായിട്ട് സെറ്റ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ മുകളിലായിട്ട് ബാക്കിയുള്ള റൈസും കൂടി ഇട്ട് പിന്നെ നിങ്ങൾക്ക് ഗാർണിഷ് നിങ്ങളെ രീതിയിൽ നിങ്ങൾക്ക് ചെയ്യാം. ഉള്ളിയൊക്കെ ഫ്രൈ ചെയ്ത് ഉള്ളി അത് കണക്ക് തന്നെ കാഷ്യൂ ഇതൊക്കെ കൂടി ഫ്രൈ ചെയ്ത് നല്ല രീതിയിൽ ഗാർണിഷ് ചെയ്യാം. അപ്പോൾ നമ്മളിതിപ്പം ചെറുതായി നമ്മൾ വലിയൊരു രീതിയിലൊന്നും നമ്മൾ ഇത് ഗാർണിഷ് ചെയ്യുന്നില്ല. ഇതൊന്ന് ലൈറ്റായിട്ടൊന്ന് ഗാർണിഷ് ചെയ്തതിന് ശേഷം പിന്നെ അടുപ്പിൽ ചെറിയ ഫ്ലെയിമിൽ, ഏറ്റവും ചെറിയ ഫ്ലെയിമിൽ അടിക്ക് പിടിക്കാൻ പാടില്ല. കൂടുതൽ ഫ്ലെയിമാകുമ്പോൾ ചിലപ്പം ചോറ് അടിക്ക് പിടിക്കും. അതുകൊണ്ട് അടിക്ക് പിടിക്കാതെ നിൽക്കാൻ വേണ്ടിയിട്ടാണ് ചെറിയ ഫ്ലെയിമിൽ വെച്ച് ഒരു 5 മിനിറ്റ് തികച്ച് വെക്കുക. എന്നിട്ട് ഓഫാക്കിയിട്ട് ഒരു 10-15 മിനിറ്റ് കഴിഞ്ഞതിന് ശേഷം ഓപ്പൺ ആക്കിയിട്ട് ഈ ഒരു റൈസിങ്ങൊക്കെ ഉപയോഗിക്കാവുന്നതാണ്. അപ്പോൾ എല്ലാവർക്കും ഈ വീഡിയോ ഇഷ്ടപ്പെടുന്നു വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ എൻ്റെ ചാനൽ തീർച്ചയായും സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. ബെൽ ബട്ടൺ കൂടി എനേബിൾ ചെയ്താൽ ഞാൻ അവിടുന്ന് പുതിയ വീഡിയോസ് നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായി ലഭിക്കുന്നതാണ്. അപ്പോൾ നെക്സ്റ്റ് ഒരു പുതിയ വീഡിയോസുമായി കാണുന്നത് വരേക്കും ബൈ.